ഹലോ, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ വാട്സപ്പ് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരുടെയും സ്റ്റാറ്റസ് പൂക്കളം. അപ്പോൾ ഇന്ന് അത്തമാണല്ലോ, എനിക്കും പൂക്കളമിടാൻ അതിയായ ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ചേട്ടൻ്റെ വീട്ടിലെല്ലാവരും പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പൂക്കളിടാൻ പോകാൻ പറ്റില്ല, കുളിച്ചിട്ട് വേണം പൂക്കളിടാൻ. അപ്പോൾ സമയം അധികം ഒന്നും വൈകിയിട്ടില്ല. ക്ലോക്കിൽ കണ്ടാൽ അറിയാം, ഒരു 9:30 ആയിട്ടുള്ളൂ. നമുക്ക് കുളിച്ച് വേഗം പൂക്കളിടാം. അങ്ങനെ നമ്മുടെ കുളി കഴിഞ്ഞു. 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ കുളി കഴിഞ്ഞത്. കാരണം എനിക്ക് കുറച്ച് പണിയുണ്ടായി. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ച ക്ലീൻ ചെയ്ത് തരാം. അതുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞ് കുളിച്ചു. കുളി കഴിഞ്ഞപ്പോൾ എന്നെ ചേട്ടൻ വിളിച്ചു. ആ സമയത്തിനും കൂടി ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി ആരും കാത്തിരിക്കും. ആൾക്കെന്താ സമയം 10 മണി കഴിഞ്ഞു. നമുക്ക് പൂ പൊട്ടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് നമുക്ക് വരുമ്പോൾ പൂ പൊട്ടിച്ചിട്ട് വരാം. സമയം ഒരുപാടൊന്നും വൈകിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് പൂ പൊട്ടിച്ചിട്ട് വരാം. പൂ ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ചുറ്റും കാടായതുകൊണ്ട് നല്ല പേടിയുണ്ട്. എന്തോ ജീവിയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ പൂ കുറച്ചും കൂടി ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാനുള്ളൊരു ധൈര്യം എനിക്കില്ല. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോകാനും എനിക്കില്ല. ഇവിടെ കുറേ ഉണ്ട്. ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. ഈശ്വരാ, ഒന്നും കടിക്കല്ലേ. പൂ കിട്ടി. ശംഖുപുഷ്പം എന്നാണോ എൻ്റെ പേര്, എനിക്കറിയില്ല കേട്ടോ. അവിടൊക്കെ കയറിയിട്ട് വേണം. ചെറുതായിട്ട് പേടിയും. എനിക്ക് പേടിയ കാട്ടിൽ കയറാൻ. ക്ഷമിക്കണം, ആ കാട്ടിലൊന്നും ഉണ്ടായില്ല. കുറച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കും. എവിടെയും കൂടി ഉണ്ട് ശംഖുപുഷ്പം. അയ്യോ ഓടി നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഓണത്തിനൊന്നും ഉണ്ടാവില്ല. എന്തായാലും നാളെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അമ്മ എന്തായാലും കളവിടാൻ പോണില്ല. നമുക്ക് തന്നെ എടുക്കാം. അപ്പോൾ സൂര്യനൊക്കെ ഉച്ചന്തലയിൽ വന്നിക്കുന്ന സമയം. അങ്ങനെ അർത്ഥമായിട്ട് ഞാനൊരു കളമിട്ടില്ല എന്നാരും പറയരുത്. എങ്ങനെ കളയിടുന്നത്? ചാണകം മെഴുകണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല മെഴുകാൻ. അപ്പം അങ്ങനെ പറയാം. ഇതുവരെ ഞാൻ മെഴുകിയിട്ടില്ല. അപ്പം നമ്മളൊരു വളരെ ഒരു കുഞ്ഞിക്കളമാണ് ഉണ്ടാക്കും. എൻ്റെ കളം കണ്ടായിരുന്നു, ഞെട്ടാൻ പാടില്ല. അങ്ങനെ എൻ്റെ പൂക്കളം ഇവിടെ റെഡിയിരിക്കുന്നു. കണ്ടോ, ഇത്രയും കുറച്ച് പൂ എടുത്തിട്ടുള്ളൂ, എങ്കിൽ പോലും എനിക്കിവിടെ പൂ ബാക്കിയായിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പൂ വീണ്ടും ഇത്രയും ബാക്കിയുണ്ട്. ആരെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ തരാം. നമുക്ക് നാളെ ഇടാമല്ലോ. ഇന്നെല്ലാവരും കളോട്ട് കഴിഞ്ഞു. അപ്പോൾ ഓക്കേ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നൂസിട്ട മനോഹരമായ കള.